നമസ്കാരം. വിനായക ജ്യോതിഷത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ വീഡിയോ കാണുന്നതെങ്കിൽ ലൈക്ക് ചെയ്യുക. കൂടുതൽ വീഡിയോകൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. 2026 ജൂൺ മാസം 2-ാം തീയതി മുതൽ വ്യാഴം രാശി മാറുകയാണ്. മിഥുനം രാശിയിൽ നിന്ന് കർക്കിടകം രാശിയിലേക്കാണ് വ്യാഴം കടക്കുന്നത്. 12 വർഷത്തിനു ശേഷം വ്യാഴം കർക്കിടക രാശിയിലെത്തുകയാണ്. ഈ വ്യാഴമാറ്റം കൊണ്ട് 9 നക്ഷത്രക്കാർക്ക് വളരെ അനുകൂലമായൊരു സമയമാണ് വരാൻ പോകുന്നത്. ഈ നക്ഷത്രങ്ങൾ ഏതൊക്കെയെന്ന് നമുക്ക് നോക്കാം. ആദ്യമായിട്ട് അശ്വതി നക്ഷത്രമാണ് പറയുന്നത്. അശ്വതി നക്ഷത്രക്കാരെ സംബന്ധിച്ച് ഈ മഹാവ്യാഴമാറ്റം കൊണ്ട് ഒരുപാട് ഗുണഫലങ്ങൾ അനുഭവത്തിൽ വരുന്നതാണ്. മാതാപിതാക്കളുടെ ഇഷ്ടത്തിനനുസരിച്ച് പ്രവർത്തിക്കും. അതുപോലെ ബന്ധുജന ഗുണം അനുഭവിക്കാനിടയുണ്ട്. ഉദ്യോഗസ്ഥരെ സംബന്ധിച്ചാണെങ്കിൽ ഇവർക്ക് മേലധികാരികളുടെ അംഗീകാരം ലഭിക്കും. അതുപോലെ തന്നെ കൂടാതെ ഇഷ്ടസ്ഥലത്തേക്ക് സ്ഥാനമാറ്റവും ലഭിക്കുന്നതാണ്. അശ്വതി നക്ഷത്രക്കാരെ സംബന്ധിച്ച് തൊഴിൽ അന്വേഷിക്കുന്നവരാണെങ്കിൽ അവർക്ക് വളരെ അനുകൂല സമയമാണ്. അതുപോലെ രോഗാവസ്ഥയിലുള്ളവർക്ക് രോഗമായിട്ട് ബന്ധപ്പെട്ട് പ്രശ്നങ്ങളും ബുദ്ധിമുട്ടുകളൊക്കെ അനുഭവിക്കുന്നവരാണെങ്കിൽ അവർക്ക് നല്ല ആശ്വാസം ലഭിക്കുന്നൊരു സമയമാണ്. ദാമ്പത്യ ജീവിതത്തിൽ നിലനിന്നിരുന്ന അസ്വസ്ഥതകളും ബുദ്ധിമുട്ടുകളൊക്കെ മാറിക്കിട്ടും. സകുടുംബമായി മംഗളകർമ്മങ്ങളിലൊക്കെ സംബന്ധിക്കാനായിട്ട് ഇടയുണ്ട്. ഗൃഹനിർമ്മാണം പുരോഗമിക്കും. അതുപോലെ പുതിയ ഗൃഹോപകരണങ്ങളൊക്കെ വാങ്ങിക്കാനിടയുണ്ട്. വിദ്യാർത്ഥികളെ സംബന്ധിച്ച് പഠനത്തിൽ മികച്ച പ്രകടനങ്ങൾ കാഴ്ചവെക്കാനായിട്ട് സാധിക്കും. രണ്ടാമതായിട്ട് ഭരണി നക്ഷത്രമാണ്. ഭരണി നക്ഷത്രക്കാർക്കും ഈ മഹാവ്യാഴമാറ്റം കൊണ്ട് ഒട്ടനവധി നേട്ടങ്ങളാണ് ഉണ്ടാകാൻ പോകുന്നത്. ഭരണി നക്ഷത്രക്കാരെ സംബന്ധിച്ച് ഗൃഹനിർമ്മാണത്തിനായിട്ട് പണം മുടക്കേണ്ടതായിട്ട് വരും. ഉറ്റ സുഹൃത്തിൻ്റെ ഇടപെടൽ മൂലം അപകടങ്ങളിൽ നിന്ന് രക്ഷ നേടും. അതുപോലെ നഷ്ടപ്പെട്ടു പോയി എന്ന് കരുതുന്ന എന്തെങ്കിലും വസ്തുക്കളൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ നമുക്ക് തിരികെ ലഭിക്കുന്നതാണ്. ഉദ്യോഗസ്ഥരെ സംബന്ധിച്ചാണെങ്കിൽ അവർക്ക് സ്ഥലമാറ്റം, അതുപോലെ ഇഷ്ടസ്ഥാന ലബ്ധി എന്നിവയൊക്കെ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. അതുപോലെ വാസസ്ഥലത്തിന് മാറ്റം സംഭവിക്കാം. വിദേശ യാത്ര പോകാൻ ആഗ്രഹിക്കുന്നവർക്ക് അവരുടെ ശ്രമങ്ങളൊക്കെ വിജയം കൈവരിക്കുന്നതാണ്. ചിട്ടി, ഇൻഷുറൻസ് പോലുള്ളവയിൽ നിന്നൊക്കെ ധനലാഭത്തിന് സാധ്യതയുണ്ട്. ഭരണി നക്ഷത്രക്കാരെ സംബന്ധിച്ച് മത്സര പരീക്ഷകൾക്ക് തയ്യാറെടുക്കുന്നവരാണെങ്കിൽ അതുപോലെ ഇൻ്റർവ്യൂവിനൊക്കെ പങ്കെടുക്കുന്നവരാണെങ്കിൽ അവർക്കും വിജയ സാധ്യത കാണുന്നുണ്ട്. അലർജി സംബന്ധമായ പ്രശ്നമുള്ളവരാണെങ്കിൽ അതൊക്കെ മാറിക്കിട്ടുന്നൊരു സമയം കൂടിയാണ് ഈ വ്യാഴമാറ്റം. അടുത്തതായി കാർത്തിക നക്ഷത്രമാണ്. കാർത്തിക നക്ഷത്രക്കാരെ സംബന്ധിച്ച് ഒരുപാട് ഗുണാനുഭവങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യത കാണുന്നുണ്ട്. പണമിടപാടുകൾ നടത്തുമ്പോൾ കാർത്തിക നക്ഷത്രക്കാർ പ്രത്യേകം ശ്രദ്ധിക്കണം. വിദേശ യാത്രയ്ക്കും ജോലിക്കുമൊക്കെ ശ്രമിക്കുന്നവർക്ക് അതൊക്കെ സാധ്യമാകുന്നൊരു സമയമാണിത്. തൊഴിൽ മേഖലയിലെ ഗുണങ്ങൾ ഉണ്ടാകും. സ്വന്തം ബിസിനസ്സിലെ നേട്ടങ്ങൾ ഉണ്ടാകാൻ അല്പം സമയമെടുക്കുമെങ്കിലും കുറച്ച് കാത്തിരിക്കണം, എങ്കിലും നേട്ടങ്ങൾ ഉണ്ടാകും. വാഹനം, ഭൂമി എന്നിവ വാങ്ങിക്കാൻ ഇടയുണ്ട്. കൂടാതെ വിലപ്പെട്ട രേഖകളൊക്കെ വന്നു ചേരാനുള്ള സാധ്യത കാണുന്നുണ്ട്. ബന്ധുജന സഹായം ലഭിക്കും. പിതാവിനുണ്ടായിരുന്ന അരിഷ്ടതകളൊക്കെ നീങ്ങിക്കിട്ടുന്നതാണ്. കാർത്തിക നക്ഷത്രക്കാരെ സംബന്ധിച്ചാണ്. പിതാവിന് എന്തെങ്കിലും അരിഷ്ടതകളോ ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ മാറിക്കിട്ടുന്നതാണ്. അടുത്തതായിട്ട് രോഹിണി നക്ഷത്രമാണ്. രോഹിണി നക്ഷത്രക്കാരെ സംബന്ധിച്ച് വളരെ അനുകൂലമായൊരു സമയം തന്നെയാണ് ഈ മഹാവ്യാഴമാറ്റം കൊണ്ടുണ്ടാകുന്നത്. ശാരീരികവും മാനസികവുമായിട്ട് അനുഭവിച്ചു കൊണ്ടിരുന്ന എല്ലാ വിഷമതകളും മാറിക്കിട്ടുന്നതാണ്. വർഷം പകുതി ആകുമ്പോൾ തന്നെ കാര്യവിജയവും കാര്യപുരോഗതിയും ഒക്കെ ഉണ്ടാകും. അതുപോലെ പൊതുപ്രവർത്തന രംഗത്തൊക്കെ പ്രവർത്തിക്കുന്നവർക്ക് പ്രശസ്തി ഉണ്ടാകും. ഗൃഹനിർമ്മാണത്തിലെ പുരോഗതി കാണുന്നുണ്ട്. സുഹൃത്തുക്കൾ, അയൽവാസികൾ, സഹപ്രവർത്തകർ എന്നിവരിൽ നിന്നെല്ലാം സഹായം ലഭിക്കാനുള്ള സാധ്യതയുണ്ട്. അപ്രതീക്ഷിത ധനലാഭമുണ്ടാകും. അടുത്ത ബന്ധുക്കളുമായി നിലനിന്നിരുന്ന തർക്കങ്ങൾ അവസാനിക്കും. തൊഴിൽപരമായി മാറ്റങ്ങൾ സംഭവിക്കും. അതുപോലെ രോഹിണി നക്ഷത്രക്കാർക്ക് സർക്കാരിൽ നിന്നും ആനുകൂല്യങ്ങൾ ലഭിക്കാനും ഇടയുണ്ട്. അടുത്തതായി മകയിരം നക്ഷത്രമാണ്. മകയിരം നക്ഷത്രക്കാരെ സംബന്ധിച്ചും മഹാവ്യാഴമാറ്റം ഒരുപാട് ആനുകൂല്യങ്ങളും
ഒരുപാട് ഗുണാനുഭവങ്ങളൊക്കെ ഉണ്ടാക്കുന്നുണ്ട്. ഒന്നിലധികം മാർഗങ്ങളിലൂടെ ധനലാഭം ഇവർക്ക് വന്നു ചേരും. കടങ്ങളൊക്കെ വീട്ടാൻ സാധിക്കും. മനസ്സിനിണങ്ങിയ ജീവിത പങ്കാളിയെ ലഭിക്കും. അതുപോലെ സന്താനങ്ങൾക്ക് ഉന്നമനമുണ്ടാകും. തൊഴിൽ അന്വേഷിക്കുന്നവരാണെങ്കിലും അവർക്ക് വളരെ അനുകൂലമായ സമയമാണ്. അതുപോലെ ഉദ്യോഗസ്ഥർക്കും മേലുദ്യോഗസ്ഥരിൽ നിന്ന് പ്രശംസ ലഭിക്കും. അവരെ സംബന്ധിച്ച് വളരെ നല്ലൊരു സമയമൊക്കെ തന്നെയാണ്. കൂടാതെ സഹപ്രവർത്തകരുമായിട്ട് നിലനിന്നിരുന്ന തർക്കങ്ങളൊക്കെ പരിഹരിക്കപ്പെടും. വ്യവഹാരങ്ങളിൽ ഏർപ്പെടുന്നവർക്ക് വിജയം നേടാൻ സാധിക്കും. അതുപോലെ മകര നക്ഷത്രക്കാരെ സംബന്ധിച്ച് വിവാഹാലോചനകൾ ഒക്കെ തീരുമാനത്തിലെത്തുന്നതാണ്. അതുപോലെ സഹോദരങ്ങൾക്ക് വേണ്ടി പണം ചിലവഴിക്കേണ്ടതായിട്ടും വരും. അടുത്തതായിട്ട് തിരുവാതിര നക്ഷത്രമാണ്. തിരുവാതിര നക്ഷത്രക്കാരെ സംബന്ധിച്ചും മഹാവ്യാഴമാറ്റം കൊണ്ട് ഒരുപാട് ഗുണാനുഭവങ്ങൾ ഉണ്ടാകുന്നതാണ്. വ്യാപാരം, ബിസിനസ് എന്നിവയിലൊക്കെ ഏർപ്പെട്ടിരിക്കുന്നവരാണെങ്കിൽ അവർക്ക് സാമ്പത്തിക നേട്ടം ഉണ്ടാകുന്ന ഒരു കാലം തന്നെയാണിത്. ഒന്നിലധികം ദീർഘയാത്രകളൊക്കെ വേണ്ടിവരും. ഇഷ്ടജനങ്ങൾക്ക് തൊഴിൽപരമായ മാറ്റം, അന്യദേശവാസം എന്നിവയൊക്കെ ഉണ്ടാകും. അതുപോലെ തിരുവാതിര നക്ഷത്രക്കാരെ സംബന്ധിച്ച് പുണ്യസ്ഥല സന്ദർശനം നടത്താനിടവരും. ഇവരെ സംബന്ധിച്ച് എല്ലാ കാര്യത്തിലും ജീവിത പങ്കാളിയിൽ നിന്ന് ഉറച്ച പിന്തുണ ലഭിക്കും. വിദേശത്തുള്ളവരാണെങ്കിൽ നാട്ടിൽ തിരിച്ചെത്താൻ സാധിക്കും. അതുപോലെ ഏതെങ്കിലും ലോണിനൊക്കെ അപേക്ഷിച്ചിട്ടുള്ളവരാണെങ്കിൽ അതൊക്കെ ബാങ്കിൽ നിന്നൊക്കെ പാസ്സായി ലഭിക്കും. അതുപോലെ മാനസിക പിരിമുറുക്കം, അസ്വസ്ഥത എന്നിവയൊക്കെ അനുഭവിച്ചു കൊണ്ടിരിക്കുന്നവരാണെങ്കിൽ, അതായത് തിരുവാതിര നക്ഷത്രക്കാരെ സംബന്ധിച്ചാണ്, അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ അവർക്ക് അതിൽ നിന്നൊക്കെ ഒരു മോചനം ലഭിക്കുന്നൊരു സമയമാണിത്. വിവാഹം ആലോചിക്കുന്നവരെ സംബന്ധിച്ച് അനുകൂലമായൊരു സമയമാണ്. നല്ല അനുകൂല സമയമാണിത്. രോഗദുരിതങ്ങൾ കൊണ്ട് വിഷമിക്കുന്നവർക്കൊക്കെ നല്ല ആശ്വാസമുണ്ടാകും. അടുത്തതായിട്ട് പുണർദം നക്ഷത്രമാണ്. പുണർദം നക്ഷത്രക്കാരെ സംബന്ധിച്ച് പൈതൃക സ്വത്തിൻ്റെ അനുഭവം ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. ഏർപ്പെടുന്ന കാര്യങ്ങളിലൊക്കെ ഉന്നത വിജയം ഉണ്ടാകും. വിദ്യാഭ്യാസപരമായും തൊഴിൽപരമായും വളരെയധികം നേട്ടങ്ങൾ കൈവരിക്കാൻ സാധിക്കും. വിദേശത്തുള്ളവരാണെങ്കിലും നാട്ടിൽ തിരിച്ചെത്താനായിട്ട് സാധിക്കും. സന്താന ഗുണം വർദ്ധിക്കും. അതുപോലെ ഔദ്യോഗിക രംഗങ്ങളിലുള്ളവർക്കും വളരെയധികം നേട്ടങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. അത് പുണർദം നക്ഷത്രക്കാരെ സംബന്ധിച്ചിട്ടാണ്. അടുത്തതായിട്ട് ഉത്രട്ടാതി നക്ഷത്രമാണ്. ഉത്രട്ടാതി നക്ഷത്രത്തിൽ ജനിച്ചവരെ സംബന്ധിച്ചും ഈ മഹാവ്യാഴമാറ്റം കൊണ്ട് ഒരുപാട് ഗുണാനുഭവങ്ങൾ കാണുന്നുണ്ട്. ബിസിനസ്, വ്യാപാരം തുടങ്ങിയ മേഖലകളിൽ പ്രവർത്തിക്കുന്നവരാണെങ്കിൽ അവർക്ക് വിജയം കൈവരിക്കാനായിട്ട് സാധിക്കും. ഉദ്യോഗസ്ഥരെ സംബന്ധിച്ച് യാത്രകൾ വേണ്ടിവരും. കലാരംഗത്ത് പ്രവർത്തിക്കുന്നവരാണെങ്കിൽ അവർക്ക് പ്രശസ്തി ഉണ്ടാകും. മത്സര പരീക്ഷകളിലും അതുപോലെ ഇൻ്റർവ്യൂകളിലൊക്കെ പങ്കെടുക്കുന്നവർക്ക് അതിൽ വിജയിക്കാനായിട്ട് സാധിക്കും. വിവാഹം ആലോചിക്കുന്നവർക്ക് അനുകൂല ബന്ധങ്ങൾ ലഭിക്കും. അതുപോലെ ഉത്തമ സന്താന യോഗമുള്ള ഒരു കാലമാണ്. സന്താനങ്ങളില്ലാതെ വിഷമിക്കുന്നവർക്ക് അവർക്കും ആശ്വാസം ലഭിക്കും. കാര്യനേട്ടം, പൊതുപ്രവർത്തന രംഗത്ത് വിജയം എന്നിവയുണ്ടാകും. ഉത്രട്ടാതി നക്ഷത്രക്കാരിലെ ഉദ്യോഗസ്ഥരായിട്ടുള്ളവരെ സംബന്ധിച്ച് മേലുദ്യോഗസ്ഥരുടെ പ്രീതി ലഭിക്കും. അതുപോലെ ബന്ധുക്കൾ മൂലം നേട്ടങ്ങൾ ഉണ്ടാകും. അതുപോലെ അകന്ന് കഴിഞ്ഞിരുന്ന ബന്ധുക്കൾ ആരെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ അവരൊക്കെ ഒന്നിക്കും. അവരുമായിട്ടുണ്ടായിരുന്ന പിണക്കങ്ങളൊക്കെ മാറി, പ്രശ്നങ്ങളൊക്കെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതൊക്കെ മാറി ഒന്നിക്കുന്നതാണ്. ഉത്രട്ടാതി നക്ഷത്രക്കാരെ സംബന്ധിച്ചിട്ടാണ്. അതുപോലെ ഇവർക്ക് ഗൃഹനിർമ്മാണത്തിൽ പുരോഗതി ഉണ്ടാകും. കാർഷിക മേഖലയിൽ നിന്നും നേട്ടം കാണുന്നുണ്ട്. അടുത്തതായിട്ട് രേവതി നക്ഷത്രമാണ്. രേവതി നക്ഷത്രക്കാർക്കും ഈ മഹാവ്യാഴമാറ്റം കൊണ്ട് ഒരുപാട് ഗുണാനുഭവങ്ങൾ ഉണ്ടാകുന്നുണ്ട്. ഗൃഹത്തിൽ മംഗളകർമ്മങ്ങൾ നടക്കാൻ സാധ്യതയുണ്ട്. പുതിയ സുഹൃത്തുക്കൾ കാരണം ജീവിതത്തിൽ ഒരുപാട് മാറ്റമുണ്ടാകും. അതുപോലെ പ്രണയ വിവാഹം ആഗ്രഹിക്കുന്നവരാണെങ്കിൽ അവർക്ക് വീട്ടുകാരിൽ നിന്നും അനുകൂല മറുപടിയാണ് ഉണ്ടാകുക. അതുപോലെ ആരോഗ്യപരമായ വിഷമതകൾ ഉണ്ടാകാനുള്ള സാധ്യത കാണുന്നുണ്ട്. അതുകൊണ്ട് ആരോഗ്യകാര്യങ്ങളിൽ ശ്രദ്ധ വേണം. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക. കൂടുതൽ വീഡിയോകൾക്ക് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.